ബഹദൂർക്കയാണ് എൻ്റെ ആദ്യത്തെ നായകൻ. ബഹദൂർക്ക വാഴമായം അല്ലല്ല KPSCയിലുണ്ടായിരുന്ന. കാരണം അത് നാടകത്തിലും ഞങ്ങൾ തന്നെയായിരുന്നു ഭാര്യയും ഭർത്താവും. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് തന്നെ വേഷം ചെയ്തു. പിന്നെ സിനിമയായിട്ട് പിന്നെ കൂടുതൽ ബന്ധം ബഹദൂർക്കയായിരുന്നു. ബഹദൂർക്കയാണ് എൻ്റെ ആദ്യത്തെ വാഴമായത്തിലെ നായകനായിട്ട് അഭിനയിച്ചത്. ബഹദൂർക്കയ്ക്ക് വേറൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ബഹദൂർക്ക ഞാൻ ആദ്യം കാണുന്നത് ഞാൻ കലാമണ്ഡലം ഗംഗാധര മാസ്റ്റർ ട്രൂപ്പിൽ ഡാൻസ് പഠിക്കാൻ ചെല്ലുമ്പോഴാണ്. അപ്പം ഗംഗാധര മാസ്റ്ററുടെ വലിയ അടുത്ത കൂട്ടുകാരനാണ് ഈ ബഹദൂർക്ക. കൊടുങ്ങല്ലൂരാണ് രണ്ടുപേരുടെയും വീട്. അങ്ങനെ ഒരു ദിവസം ബഹദൂർക്ക അവിടെ വന്നു. നമ്മുടെ ഈ ഡാൻസ് റിഹേഴ്സൽ നടക്കുന്ന ഞങ്ങളുടെ അവിടെ ഇന്ത്യൻ ഡാൻസ് അക്കാഡമി എന്നായിരുന്നു കടപ്പാക്കട ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ പേര്. അവിടെ വന്ന് ഞാനാണ് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് എല്ലാം ഇരിക്കാനൊക്കെ പറഞ്ഞ് നമ്മളോട്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവനോടെ ഒരു സിനിമാ നടനെ അതാണ് ആദ്യം കാണുന്നത്. കണ്ടു ഭയങ്കര സന്തോഷം, ഭയങ്കര ചുമന്ന് ഇവിടെ ഒക്കെ തുടുത്തിരിക്കും. അപ്പോൾ എൻ്റെ വിചാരം എപ്പോഴും ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നതെന്നുള്ള വിചാരമാണ് നമുക്ക്. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മാഷോട് സംസാരിച്ചിട്ട് പോയി പുള്ളി. പിന്നീട് ഈ ബഹദൂർക്കയുടെ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ വരും. അന്ന് ഈ ഉർവശിയുടെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ എല്ലാ ഉപദേശി. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ അടുത്തടുത്താണ് താമസത്. അതൊക്കെ വലിയ കഥയാണ്, പറഞ്ഞു വരണമെങ്കിൽ ഒത്തിരി സമയമാവും. എന്നിട്ട് പിന്നെ VP ചേട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. VP ചേട്ടൻ്റെ ഉപദേശപ്രകാരം എന്നെയും കൊണ്ട് അച്ഛൻ ബഹദൂർക്കയുടെ ക്യാമ്പിൽ അന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു കാറും കൊണ്ട് ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ ചങ്ങനാശ്ശേരി വരെ വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവരുടെ സമ്മതം മേടിച്ചിട്ട് ഇവരെയും കൊണ്ട് തിരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചിലവുള്ള കാലമാണെന്നും. അന്ന് അതൊന്നും ആരും ചെയ്യത്തൊന്നുമില്ല. എന്നിട്ട് ഇവർക്ക് അത്യാവശ്യമായിട്ട് ഇവർ അവിടെ കാവൽ നിന്ന് അവസാനം അച്ഛൻ്റെ ജോലി കഴിഞ്ഞിട്ട് എന്നെയും കൊണ്ട് പോയി. ഞങ്ങളവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് ആ അന്തരീക്ഷവും അന്ന് അത്ര പന്തിയല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല അച്ഛാ, നമുക്ക് 5 നാടകത്തിൻ്റെ പോർഷനാണ് എന്നെ ഏൽപ്പിച്ചത്. അന്ന് ഈ ബഹദൂർക്ക് അവിടെ ഒരു ഇട്ടിട്ട് അവിടെ ഒരു ഇരിക്കുന്നുണ്ട്. ബഹദൂർക്കയുടെ ട്രൂപ്പാണ്. വല്ലാത്ത പകയൻ, വേറെ എന്തൊക്കെയോ 3-4 നാടകമുണ്ട്. എല്ലാത്തിൻ്റെയും പോർഷൻ ബുക്ക് വന്ന് ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം മേടിച്ച് വെച്ച് ഞാൻ അച്ഛൻ്റെ അടുക്ക പറഞ്ഞു എനിക്കങ്ങ് വയ്യത്തെ ഇവിടെ നിൽക്കാം, എനിക്ക് പറ്റത്തില്ല, നമുക്ക് പോകാം. എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞു, നമുക്കെല്ലാം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു, നാളെ വരാമെന്ന് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. ഒന്നും എടുത്തിട്ടില്ല, ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് നാളെ വൈകിട്ട് തന്നെ തിരിച്ചു വരാം, എല്ലാം കൺഫേം. അപ്പോൾ ഈ പോർഷൻ ബുക്ക് എൻ്റെ കയ്യിലിരിക്കുക. 250 രൂപയും തന്നു വണ്ടിക്കൂലി. ഇതുകൊണ്ട് വെളുപ്പിന് അവിടെ നിന്നൊരു കാറിൽ ഞങ്ങളെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് കയറ്റി വിട്ടു. വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ചങ്ങനാശ്ശേരി തിരിച്ചെത്തി. അന്ന് ആണ് അവിടുന്ന് KPSCയിൽ നിന്ന് ടെലഗ്രാം വന്ന് കിടക്കുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. എനിക്ക് ഇതൊന്നും വേണ്ട, അടുത്ത പോസ്റ്റിൽ തന്നെ ഇവരുടെ ഈ ബുക്കും ഈ 250 രൂപയും തിരിച്ചയച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ KPSC പോയി. പിന്നെ വിവരവും ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ വാഴമായത്തിൽ അഭിനയിക്കാണ് ചെല്ലുന്നത് ബഹദൂർക്കയുടെ ഭാര്യയായിട്ട്. അപ്പോൾ ബഹദൂർക്കയ്ക്ക് അറിഞ്ഞൂടാ ഞാൻ ആരാണെന്നുള്ളത്. ബഹദൂർക്കയ്ക്ക് അറിയത്തില്ല. എനിക്കറിയാം ഇത് ഇന്ന ആളാണ്, ഞാൻ ഇവരുടെ ട്രൂപ്പിൽ ഇങ്ങനെ പോയതാണെന്ന്. ഞങ്ങൾ ഒരു ദിവസം അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ബഹദൂർക്ക് അടുക്കൽ ഈ കഥ പറഞ്ഞ്, എന്നെ ചതിച്ചു പോയവളാണ് നീ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. അന്ന് ഞങ്ങൾ ഈ കള്ളു കുടിച്ച് വെച്ച് അടിക്കുന്ന ഒരു സീനുണ്ട്. എന്നെ നല്ല അടി എൻ്റെ പുറത്തിട്ട്, ശരിക്കും വേണ്ടിയിട്ട് ചെയ്തതല്ല എന്നാലും. പക്ഷേ എനിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, കയ്യിലിരിക്കുന്ന കിണ്ണം വെച്ച് ഞാനും വെച്ച് കൊടുക്കുന്നു. അല്ല ടോക്കിലുള്ളതല്ലേ, ഷോട്ടിലുള്ളതല്ലായിരുന്നു. സാർ കട്ട് പറഞ്ഞില്ല, അതങ്ങനെ പടത്തിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെ എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ടിൻ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന് ഇതായി. അങ്ങനെയാണ് ബഹദൂർക്ക എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകൻ. എന്റെ ജാതകത്തിലുണ്ട് ഒരു ഭാര്യയെ കൊല്ലും, അറിയാവോ? കാലമാടാ സമാധാനം. നീ ഇനി അടി മേടിക്കും. അടിച്ചാലെന്താടി? അപ്പൊ കാണിച്ചു തരാം. കൂട്ടുകുടുംബം സിനിമ കാണാനായിട്ട് ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ കുടുംബം മൊത്തം എല്ലാവരും കൂടെ ചേർന്ന് ഒരു കാറ് പിടിച്ച് കോട്ടയത്ത് പോയിട്ടാണ് ഈ സിനിമ കാണുന്നത്. ഭയങ്കര ത്രില്ലായിരുന്നു അത്. എന്നിട്ട് എൻ്റെ വിചാരം എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്നോടെന്തെങ്കിലും പറയുന്നുണ്ടോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി ഇത് ചെയ്ത ആളാണെന്നുള്ളത്. ഒന്നും നന്നായിട്ടുണ്ടോ ഭയങ്കര
അതൊന്നും ഇപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അന്നേരം ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അതൊന്നും നമുക്ക് പറയാനോ അല്ലെങ്കിൽ വല്ല 3D ഒക്കെ ഇട്ട് കാണിക്കണം, എന്നാലേ അതൊക്കെ അതിൻ്റെ വെയിറ്റ് മനസ്സിലാവുള്ളൂ. ഇതേ ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ. എന്റെ മോള് പോണ്ട, ഞാൻ പോകും. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി വ്യാപകനില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അച്ഛാ. ബുദ്ധിമുട്ടും വിഷമം വരുമ്പോഴേ ദേഷ്യപ്പെടാറുള്ളൂ. ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കേണ്ടവളാണ്. അത്രയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾ അച്ഛൻ വിഷമിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു. ഇതുവരെ എൻ്റെ സിനിമയെ പറ്റിയും എൻ്റെ കഥാപാത്രത്തെ പറ്റിയും എൻ്റെ നായകനെ പറ്റിയും എല്ലാവരെ പറ്റിയും കേട്ടോണ്ടിരുന്ന്, ഇത് ഞാൻ വളിപ്പോ അല്ലെങ്കിൽ അതിശയോക്തി ഒന്നും പറഞ്ഞല്ല കേട്ടോ, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അത് നിങ്ങൾക്ക് പങ്കുവച്ചു. നിങ്ങൾക്ക് അത് വളരെയധികം ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.